ഇപ്പൊ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന മസാല ഫിഷ് ഫ്രൈ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? കിട്ടുക്കാച്ചി ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്. ഇത് ചോറ് കൂട്ടി കഴിക്കുമ്പോണ്ടല്ലോ ചുറ്റുള്ളത് ഒന്നും കാണാൻ സാധിക്കില്ല, അതായത് മറ്റുള്ള കറികൾ. അപ്പൊ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഹായ്, അമല സോയിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ദേ വൈറലായ ഒരു വീഡിയോ ചെയ്യാൻ പോവാണേ. അതായത് പാനിൽ മസാല റെഡിയാക്കി അതിൽ ഫിഷ് ഇട്ടിട്ട് നമ്മൾ വറുത്തെടുക്കാൻ പോവാണ്. അപ്പൊ എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കിയാലോ? അപ്പോൾ ദേ ഞാൻ അതിന് വേണ്ട കുറച്ച് കുരുമുളക് പൊടി, ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില. വെളുത്തുള്ളി ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് അരച്ച് ഞാൻ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ പാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 കുരു പുളിയാണ്. ഞാനിവിടെ 5 മത്തിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ദേ 2 ചെറിയ കുരു പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി ഇതിൻ്റെ വെള്ളം പിഴിഞ്ഞൊഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പാൻ ചെറുതായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ചൂടധികം ആവരുത്. ചൂട് കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ മുളക് പൊടി മസാല ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ സിമ്മിലിട്ട് വെച്ചേക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ 1/2 സ്പൂണ് മുളക് പൊടി എടുക്കുന്നുണ്ട്. ഞാനിവിടെ 5 മീനാണ് കേട്ടോ വറുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി ഇടുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് ഇൻഗ്രീഡിയൻസ് വഴിയെ കാണാം. ഇത് ഞാൻ ഇന്നലെ വൈകുന്നേരം വാങ്ങിച്ച മീനാണ്. അപ്പം ഞാനതിന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തേച്ച് വെച്ചതാണ്. അപ്പം അതിനനുസരിച്ച് മസാലയാണ് ബാക്കി ഞാൻ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില, കുരുമുളക് പൊടി ഇതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ, നല്ല ടേസ്റ്റാണ്. നമുക്ക് വേറെ കറിയൊന്നും വേണ്ട, നമ്മൾ മീൻകറി കൂട്ടി കഴിക്കുന്ന പോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പോൾ ഇനി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നത് ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ ഈ ചില്ലി ഫ്ലേക്സും ചുവന്നുള്ളിയും കൂടി ഇടുമ്പോണ്ടല്ലോ നമ്മൾ ഞണ്ട് മസാലയൊക്കെ കഴിക്കുന്ന പോലെ, അതേപോലെ ചെമ്മീൻ മസാല ഫ്രൈ കഴിക്കുന്ന പോലെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഇതും കൂടെ ഇട്ടോളൂ കേട്ടോ, ചുവന്നുള്ളിയും ചില്ലി ഫ്ലേക്സ്. അപ്പം ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അതേപോലെ ഇനി നമ്മളെ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ മീനിൽ ഉപ്പ് തേച്ച കാരണം മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. മസാലയൊക്കെ റെഡി ആയതിനു ശേഷം നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുന്നതാണ്. ഞാൻ ദേ ഇവിടെ പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. അയ്യോ, അപ്പോൾ ഒരു കാര്യം ഇട്ടുപോയിട്ടാണ്, നമ്മളെ കുരുമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി എല്ലാം കൂടി അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ മറന്നു. അപ്പോൾ ഞാൻ ദേ ചെറിയ സ്പൂണ് 2 സ്പൂണ് ആ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്നും കൂടെ ഇളക്കി ആ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഒന്നും കൂടെ ആ പുളിവെള്ളം ഒന്നും കൂടെ പിഴിയാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ പിഴിഞ്ഞ് ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എല്ലാ മസാലയും ചേർത്തതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ പുളി പിഴിഞ്ഞൊഴിക്കേണ്ടത്. ഞാൻ പെട്ടെന്ന് വിട്ടുപോയതാണേ. അപ്പോൾ നമ്മൾ ദേ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ആ പുളിവെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയതിന് ശേഷം കറക്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് മീനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഈ മസാല ഫ്രൈ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ മസാലയൊക്കെ ആ മീനിൽ അങ്ങോട്ട് പുരണ്ട് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ആ ചോറിൽ കൂട്ടി കഴിക്കാണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട. ഞാനിവിടെ വെള്ളരിക്ക കറി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിത് ഈ മീൻ കൂട്ടി കഴിക്കാന്നുള്ള പ്ലാനിലൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ കിടുക്കാച്ചി ഐറ്റം തന്നെയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തീ നന്നായി സിമ്മിലിട്ട് വെക്കുക. മസാല റെഡിയാക്കുമ്പോൾ അതിന് ശേഷം സ്വല്പം ഒന്ന് കൂട്ടി വെച്ചാൽ മതി. ഒരു മീഡിയം ടു സിമ്മിൽ ഇട്ട് വെച്ചാൽ മതി. കൂടുതലാവരുത്, കാരണം മസാലയിൽ പതിയെ കിടന്ന് വെന്ത് ഫ്രൈ ആവണം. ആ മസാലയൊക്കെ അതിൻ്റെ മുകളിൽ പിടിച്ച് സെറ്റ് ആവണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് മസാല മാത്രം കരിഞ്ഞു പോകും, മീൻ വേവില്ല. അപ്പം അതുകൊണ്ട് തന്നെ സിമ്മിലിട്ട് കൊടുത്ത് വറുത്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഫുൾ ടേസ്റ്റ് നമുക്ക് ആ മീനിലേക്ക് പിടിച്ചു കിട്ടുള്ളൂ. ഇത് നമ്മുടെ ചോറിലും കൂടെ തിരുമ്മി കഴിക്കുമ്പോണ്ടല്ലോ, ഹരെ വാ, സൂപ്പർ, അടിപൊളി കിടുക്കാച്ചി ഐറ്റം തന്നെ കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ മസാലയൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പൊട്ടാതെ നോക്കണം. അതേപോലെ തന്നെ ആ മസാലയൊക്കെ എടുത്ത് നമ്മൾ സെറ്റാക്കണം അതിൻ്റെ മുകളിൽ. അപ്പോൾ ഒരു ഭാഗത്ത് പിടിച്ചിട്ടുണ്ടാവും, അടുത്ത ഭാഗത്തേക്കുള്ള പുറത്തുനിന്നുള്ള മസാലയൊക്കെ അതിൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കി വറുത്തെടുക്കണം.
വറുത്തെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ മസാലയൊക്കെ ദേ മീനിൽ ഫുള്ളായി പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടുത്ത സൈഡും കൂടെ ഒന്ന് മുരിഞ്ഞ് കിട്ടിക്കോട്ടെ. അപ്പോൾ ദേ മുരിഞ്ഞ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ദേ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ട ആ മെത്തേഡിൽ വേണമെങ്കിൽ എടുക്കാം. കുറച്ചും കൂടെ ദേ ഞാൻ ഫ്രൈ ചെയ്ത് ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പം ഇത് ഗ്രേവി വേണമെന്ന് വെച്ചാൽ കുറച്ചും കൂടെ മുമ്പ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിവിടെ മസാലയൊക്കെ നന്നായി മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും ചോറും കൂട്ടി കഴിച്ചാണ്ടുള്ള ചുറ്റുള്ളതൊന്നും കാണാൻ സാധിക്കില്ല. അതായത് ചോറിന് ചുറ്റുള്ള ബാക്കിയുള്ള കറികളൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. അത്രയും ടേസ്റ്റാണ്. ഞാൻ സ്വല്പം കായും പയറും തോരൻ എടുത്തിട്ടുണ്ട്. അതെൻ്റെ മാസ്റ്റർ പീസാണ്. അപ്പം അതും മീനും കൂടെ ഞാനൊന്ന് പൊളിക്കാൻ പോവാണ്. നിങ്ങളും പോരുമല്ലേ? അപ്പം രണ്ടും കൂടെ പൊട്ടിയിട്ട് നമുക്ക് ചോറിൽ തിരുമ്പി അങ്ങോട്ട് കഴിക്കാം. ആഹാ, അടിപൊളി, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഈ മസാല അങ്ങോട്ട് ചോറിൽ ഒരു പീസ് എടുത്താൽ മതി. അത്രയും മസാല നമ്മുടെ ആ മീനിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മീൻ. അപ്പോൾ നമുക്ക് ആ ഉപ്പേരിയും ചോറും കൂടെ ഒന്ന് കൂട്ടി കഴിക്കാം. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ ഈ മസാല ഫ്രൈ ഉണ്ടാക്കാനായിട്ട്? അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. വെറുതെ ആവില്ല. ഒരു തവണ ഉണ്ടാക്കി എന്തായാലും അടുത്ത തവണ നിങ്ങൾ ഉണ്ടാക്കും, തീർച്ചയാണ്. നമ്മൾ ഞണ്ട് മസാല, ചെമ്മീൻ മസാല ഒക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.